റിൻഷാദാണ്. നമുക്കൊരു റീബോൺ ക്ലാസിക് വർക്കിന് വന്നിട്ടുണ്ട്. ചെയിൻ ഡ്രൈവ് മാറ്റിയിട്ട് ബെൽറ്റ് ഡ്രൈവിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടോ വന്നിട്ടുള്ളത്. എംടെക്കിന്റെ ബെൽറ്റ് ഡ്രൈവ് സിസ്റ്റം ആണ് കേട്ടോ യൂസ് ചെയ്യുന്നത്. റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ്. ഇതുപോലെ ചേഞ്ച് ചെയ്യാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ നമ്മളായിട്ട് കോൺടാക്ട് ചെയ്യാം കേട്ടോ. ബെൽറ്റ് ഡ്രൈവ് എങ്ങനെയാണ് ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യുക എന്നാണ് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാൻ പോകുന്നത്. ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിന്റെ ഇന്നർ സ്പ്രോക്കറ്റ് റിമൂവ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇന്നർ സ്പ്രോക്കറ്റിന്റെ ഈ ഒരു സ്പേസ് ഫുള്ള് നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മൾ ഇന്നർ സ്പ്രോക്കറ്റിന്റെ ഈ ഒരു സ്പേസ് നല്ല രീതിക്ക് ഡീപ്പ് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഇതിന് ശേഷം ഇതിന്റെ ഇന്നർ സ്പ്രോക്ക് ബെൽറ്റ് ഡ്രൈവിന്റെ പുള്ളി ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇൻബിൽറ്റ് ആയിട്ട് വണ്ടിയിൽ തന്നെ ഇവിടെ ഒരു ഇന്നർ സ്പ്രോക്കറ്റിന്റെ ഇവിടെ ഒരു സ്പേസർ വരും. ഈ സ്പേസർ നമുക്ക് റിമൂവ് ചെയ്ത് എടുത്തിട്ട് വേറൊരു കസ്റ്റമായിട്ടുള്ള ഒരു സ്പേസർ ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം കേട്ടോ. ഈ ഒരു സ്പേസർ ഇൻസ്റ്റാൾ ചെയ്തതിന് ശേഷം എംടെക്കിന്റെ ഇന്നർ സ്പ്രോക്കറ്റ് നമുക്ക് ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ഇൻസ്റ്റാൾ ചെയ്യുന്നതിന് മുന്നേ ഇവിടെ കുറച്ച് ഗ്രീസ് ചെയ്യണം കേട്ടോ. ഗ്രീസ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള വാട്ടർ പ്രൂഫ് ഗ്രീസ് തന്നെ ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക. ഇപ്പോൾ നമ്മളിവിടെ ഗ്രീസ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഈ എംടെക്കിന്റെ ഈ ഒരു ഇന്നർ സ്പ്രോക്കറ്റ് ഇവിടെയാണ് ജസ്റ്റ് ഇതിലോട്ടാണ് പ്രസ് ചെയ്തെടുക്കാൻ തന്നെ ഇതൊന്ന് കയറി പോകും കേട്ടോ. അപ്പൊ ഇങ്ങനെയാണ് ഇന്നർ സ്പ്രോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യാനുള്ളത്. ഓക്കെ, വേറെ ഓൾട്രേഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇത് ചെയ്യേണ്ടതായിട്ടില്ല. റെഡി ടു ഫിറ്റ് ആയിട്ടാണ് നമ്മൾ എംടെക്കിന്റെ ഡ്രൈവ് സിസ്റ്റം വരുന്നത്. നട്ടിട്ട് ടൈറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബാക്ക് ഔട്ടർ സ്പോക്കറ്റ് എങ്ങനെയാണ് സെറ്റ് ചെയ്യുന്നത് ജസ്റ്റ് കാണാം. ഔട്ടർ സ്പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യുന്നത് എങ്ങനെയാണെന്നാണ് കേട്ടോ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ബാക്ക് വീൽ അഴിച്ചെടുത്തിട്ട് ഔട്ടർ സ്പോക്കറ്റ് അഡാപ്റ്റർ ഉൾപ്പെടെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഔട്ടർ സ്പോക്കറ്റ് ഈ നട്ട് ഫുള്ള് റിമൂവ് ചെയ്തിട്ട് എംടെക്കിന്റെ ഔട്ടർ സ്പോക്കറ്റ് ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാം. ഇതാണ് കേട്ടോ എംടെക്കിന്റെ ഔട്ടർ സ്പോക്കറ്റ് ആയിട്ട് വരുന്ന പുള്ളിയാവും കേട്ടോ. അപ്പോൾ നമുക്ക് ഈ അഡാപ്റ്ററിലോട്ട് ഈ ഔട്ടർ സ്പോക്കറ്റ് ഇൻസ്റ്റാൾ ചെയ്യണം. അതുപോലെ തന്നെ അഡാപ്റ്ററിൽ ഇരിക്കുന്ന സ്പോക്കറ്റ് ബെയറിംഗ് റീപ്ലേസ് ചെയ്ത് പുതിയ സ്പോക്കറ്റ് ബെയറിംഗ് കൂടെ ഇടാൻ വേണ്ടി ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൻ്റെ സ്പ്രോക്കറ്റ് ബെയറിംഗ് ഊരിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ ഇതിലുള്ള സ്പ്രോക്കറ്റ് ബെയറിംഗ്. നമ്മൾ ഇതിലോട്ട് പുതിയ സ്പ്രോക്കറ്റ് ബെയറിംഗ് ഇൻസ്റ്റാൾ ചെയ്യണം. അപ്പോൾ നമ്മൾ അഡാപ്റ്ററിൽ ഈ ഫുള്ള് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അതിന് മുന്നേ ഈ ചെയിൻ ഊരിയിട്ട് നമുക്ക് ബെൽറ്റ് ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യണം. ബെൽറ്റ് ഇൻസ്റ്റാൾ ചെയ്യണമെങ്കിൽ നമ്മൾ ഈ സിങ്ങാം അഴിച്ച് താഴോട്ട് ഇറക്കണം. ഓക്കെ, അപ്പോൾ നമുക്കിതിന് സിങ്ങാം അഴിക്കും. ഗൈസ്, അപ്പോൾ നമ്മൾ വണ്ടിയിൽ നിന്ന് സിങ്ങാം ഇളക്കി എടുത്തിട്ടുണ്ട്. ഈ സിങ്ങാമിനി ഫുള്ളായിട്ടൊന്ന് ക്ലീൻ ചെയ്യണം കേട്ടോ. അടുത്ത് ബെൽറ്റ് ഇതിലോട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പോകണം. ഗൈസ്, അപ്പോൾ നമ്മൾ ഇതിന്റെ സിങ്ങാം ഇളക്കി ക്ലീൻ ചെയ്തതിന് ശേഷം റീസെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ ബെൽറ്റും ഇതിൽ ഇപ്പോൾ ബെൽറ്റും കയറ്റി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇതിനകത്ത് വരുന്ന നമ്മുടെ വീലിനകത്ത് വരുന്ന പുഷ് റബ്ബർ ഇട്ടാണ് കേട്ടോ. ഇതിന് ഒറിജിനൽ വരുന്ന 208 രൂപയാണ്. അത് നമുക്ക് പുതിയത് ബെൽറ്റ് ഡ്രൈവ് ചെയ്താലും ചെയിൻ സ്പ്രോക്കറ്റ് മാറുന്ന സമയത്തായാലും ഇത് ഇൻസ്റ്റാൾ ചെയ്യും. അപ്പോൾ നമ്മൾ ടയറിൽ ഔട്ടർ സ്പോക്കറ്റ് കയറ്റിയതിന് ശേഷം ഇങ്ങനെയാണ് കേട്ടോ ബെൽറ്റ് ഇടുന്നത്.
അപ്പോൾ ഗൈസ്, അപ്പോൾ നമ്മൾ ഇവിടെ ബെൽറ്റ് ഡ്രൈവ് ഫുള്ളി ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഫ്രീ പ്ലേ, അതായത് ടെൻഷൻ വരുന്നത് 2 to 3 സെൻറ്റിമീറ്റർ ആണ് കേട്ടോ. അത് കറക്റ്റായിട്ട് തന്നെ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഈ ഓവർ ടൈറ്റ്നെസ്സിനത് കാരണമാകും കേട്ടോ. അപ്പോൾ ഇതെല്ലാം ഫുള്ളായിട്ട് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ മെയിൻ്റനൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ വരത്തില്ല. ഓക്കെ, അൺലിമിറ്റഡ് കിലോമീറ്റർ 2 year വാറൻറ്റിയാണ് കേട്ടോ.